ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക, അതായത് ശനിയുടെ വക്രഫലം, വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്തത്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ രാശിഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാസ്റ്റത്തെ ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുള്ളൂ. അപ്പൊ ശനി വക്രഗതി സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം? ഇപ്പം ശനി പുറകോട്ട് പോവുക അല്ലെ? ശനി പുറകോട്ട് പോകുന്നില്ല. ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്നതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമുക്കൊരു ഇല്യൂഷൻ ചെയ്തതാണ്. നമുക്കൊരു ശരിക്കും ഒരു സെർട്ടൺ ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്രഹം സ്പീഡിൽ മുമ്പോട്ട് പോകാമെങ്കിൽ എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും, പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഇല്യൂഷനാണ് ശരിക്കും വക്രഗതി സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ജാതകത്തിൽ ലാ എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത്, അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലഗ്നം എവിടെയാണോ, ലഗ്നം ഏടെ ലഗ്നമാണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക. ഇനി എന്താണ് ചാ നിൽക്കുന്ന അത് രാശിയിൽ നിൽക്കുക, രാശി ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ. നമ്മുടെ വിധി എന്താണ്, എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ്. അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. ശനി ഒരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോൾ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കും. എന്നിരുന്നാൽ ഈ വക്രഗതി സംഭവിക്കും നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും, അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം വരിക, പ്രതികൂലം വരിക, ഇതൊക്കെ മേടം മുതൽ മീനം വരെയുള്ള ആവശ്യക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അല്ലെ. അപ്പം വക്രഗതി വരുന്നത് 2024 ജൂൺ 29 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഏകദേശം 4.5 മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത്. എല്ലാ വർഷത്തിലും തന്നെ ശനി എന്തെങ്കിലും വക്രഗതി വരുമ്പോൾ ഏകദേശം 4.5 മാസമാണ് വരിക. നമ്മൾ പറയുകയെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് 5ാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് 9ാം രാശി വരെ സൂര്യൻ പോകുമ്പോഴാണ് എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക. അപ്പൊ ഏകദേശം ജൂൺ 29 മുതൽ എന്താണ് നവംബർ 15 വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത്. 12:35 രാവിലെ 12:35 ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക. ജൂൺ 29 അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളൊക്കെയാണ് തരിക. അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും. നമുക്ക് പോവാം അല്ലെ. തുലാം രാശി അഥവാ തുലാ ലഗ്നം, ഇവർക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി സഞ്ചരിക്കുമ്പോൾ എന്ത് ഫലങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 4-5 ഭാവാധിപനാണ് അല്ലെ. 4-5 ഭാവാധിപൻ 5 നിങ്ങൾക്ക് തുലാം രാശിയെ സംബന്ധിച്ചാണ് യോഗ ഗ്രഹമാണ് ശനി എന്ന് പറയുക. കേന്ദ്രാധിപതി ത്രികോണാധിപതിയായ ശനിയാണ് അല്ലെ. കേന്ദ്രാധിപതി ത്രികോണാധിപതിയാണ് ശനി എന്ന് പറയുന്നത് ഇവർക്ക്. ഇപ്പോൾ എന്താണ് ചെയ്യുക, എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. തുലാരാശിയെ സംബന്ധിച്ചോളം ഈ ശനി വക്രഗതി വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സൂചനയാണ്, സിഗ്നൽ ബോർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊരു സൂചനയാണ്. അതേപോലെ തന്നെ ജീവിത പങ്കാളികൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അപ്പം മാക്സിമം സംസാരം ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. അനാവശ്യ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതേപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുറക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പറ്റിയ സമയമൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ചും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ നിൽക്കുകയാണ്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ തക്കാലം 4.5 മാസത്തേക്ക് മാറ്റി വെച്ചോളൂ എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. എന്നാൽ ഇപ്പൊ എന്താണോ ഉള്ളത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ വലിയ കുഴപ്പമില്ല. ജോലിയൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് ജോലിയൊക്കെ അന്വേഷിക്കാവുന്നതാണ്. കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് നോക്കി കാണാവുന്നതാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. 4ാം ഭാവാധിപനാണ് അല്ലെ വക്രഗതിയിൽ വരുന്നത്. അപ്പം പൊതുവെ ശരീരത്തിനൊക്കെ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഭാരമൊക്കെ കൂടും.
അതേപോലെ തന്നെ മനസ്സിന് ദുഃഖമൊക്കെ കൊണ്ടാക്കി തരാൻ സാധ്യതയുണ്ട്. എന്തൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് കാര്യം തന്നെയായാലും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് സാധനവും എന്ത് കാര്യവും നിങ്ങൾ സമാധാനത്തോടെ ക്ഷമയോടെ പൊരുമയോടെ എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യുക. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാക്കത്തിലാവുമ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് വാഹന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. വാഹന കാര്യങ്ങൾ ഓടിക്കുമ്പോഴായാലും അത് കൈകാര്യം ചെയ്യുമ്പോഴായാലും വാഹനം റിലേറ്റഡ് എന്ത് കാര്യം ചെയ്താലും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾക്ക് എന്താണോ സേഫ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സേഫ് ആണ് തോന്നി നിങ്ങൾ ചെയ്യില്ല, ഇത് പാടില്ല. അല്ലാതെ പൊതുവെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നുന്നേക്കാം. ബട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അയ്യോ അത് ചെയ്യുന്നത് റിസ്ക് ആണോ, വിട്ടേക്കാൾ വേണ്ട, അതിപ്പോ നിങ്ങൾ ഈ 4 മാസത്തേക്ക് ചെയ്യേണ്ട, അത് മാറ്റി വെച്ചോ. അതായിരിക്കും നിങ്ങൾക്ക് ഈ ശനി വക്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ ബോർഡാണ് ഇവിടെ വെച്ചേക്കുന്നത് അല്ലെ, ഒരു സിംഗിളാണ്. ആ സിംഗിൾ അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അതല്ല അതിനെ തെറ്റായിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എന്തൊരു കാര്യം ശ്രദ്ധയോടെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക. എന്തൊരു കാര്യം പറയുമെങ്കിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൂളായിട്ട് ഡിസിഷൻസ് എടുക്കുക. സമാധാനം പരിശീലിക്കുക. സമാധാനം പരീക്ഷിച്ചെടുക്കുന്നതാണ് അല്ലേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പം പൊതുവെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശനി ഇവർക്ക് 2, 7, 11ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുക കേട്ടോ. ഇനി ഈ ഫലം ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താണ്, ശനിയുടെ ദശയായിരിക്കണം. ഇനി അല്ല ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക. അത് മാത്രമല്ല വക്രത്തെ അല്ലെ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ 5, 6, 7 പോട്ടെ 10/20 അല്ലെങ്കിൽ 10/15 ഇത്ര നോക്കിയാൽ മതി. 10/15 ആക്കിയാൽ നമ്മുടെ ലൈഫിൽ എന്ത് തരുമോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ. അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ശനിയുടെ ദശ ആയിരിക്കണം, അല്ലെങ്കിൽ അപകാരം നടക്കണം. ഇനി അതിലെ ശനി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കാൻ നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി അതല്ലെങ്കിൽ ശനി എന്താണ് ശുഭ ദൃഷ്ടിയില്ല, ശുഭഗ്രഹ ദൃഷ്ടിയില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട്, നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത്, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ, പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ, രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണ് നിൽക്കുക, അതുപോലെ തന്നെ ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണ് ശനി നിൽക്കുക. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു പൊതുഫലം മാത്രമാണ്. നമ്മുടെ ജാതക പരിശോധനയുടെ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയാണ് പൊതുവെ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളുടെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയമുണ്ട് താര കമന്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വഴിപാടും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം കൂടെ ഇതിൽ എഴുതുവാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ. പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പേര് നക്ഷത്രം അടുപ്പിച്ച് എഴുതാതെ ഒന്ന് അകത്തി എഴുതുക. പേര് എഴുതി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നക്ഷത്രം ശ്രമിക്കുക കേട്ടോ. അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എളുപ്പമായി വരിക കേട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണ മനസ്സിലായിരുന്നു. നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരികട്ടെ, ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ. നമുക്ക് മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.